മോനെ വിഷ്ണു, നീ നാളെ പാലേക്ക് പോകുന്നവരെ അച്ഛനോട് പറഞ്ഞിരുന്നു. ഓ, എന്ത് കാര്യത്തിന്? വീട്ടിലൊരു ഉത്തരവാദിത്വം ഇല്ലാതെ കുടിച്ചു മറിഞ്ഞ് നടക്കുന്ന അങ്ങേരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എടാ, നീ അങ്ങനെ പറയരുത്. ഒന്നുമില്ലേലും അങ്ങേര് നിൻ്റെ അച്ഛനല്ലേ. ചെന്ന് അനുഗ്രഹം വാങ്ങിക്കടാ. എൻ്റെ അമ്മയെ എനിക്ക് വേണ്ടത് അനുഗ്രഹമല്ല, 2 ലക്ഷം രൂപയാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ നാളെ ഫീസ് അടയ്ക്കാൻ പോവുകയാണ്. ആ സമയത്താണ് അതില്ലാത്തതുകൊണ്ട് ഞാൻ റബ്ബർ വെട്ടാൻ പോകുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ഒക്കെ ആവും. അപ്പോഴും ഞാൻ റബ്ബർ ഷീറ്റും ചുമന്ന് തേരാപ്പാരം നടക്കണം. എടാ വിഷ്ണു, അതൊക്കെ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഗതികെട്ടവരല്ലടാ. നമ്മളെ കൊണ്ട് അത്രയൊക്കെ എടുക്കാൻ പറ്റുമോ? അമ്മയെ പറയുന്ന വെള്ളിക്കരണ്ടിയുമായി ജനിച്ച എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ, അവർ നമ്മളെപ്പോലെ സാധാരണക്കാരാണമ്മേ. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. അവരുടെ അച്ഛൻ അവരുടെ കാര്യത്തിന് വേണ്ടി ഉത്തരവാദിത്തോടെ ഓടി നടക്കുന്നു. ഇവിടെ ഒരാൾ കുടിച്ചു മറിഞ്ഞ് സ്വന്തം സുഖത്തിന് വേണ്ടിയും നടക്കുന്നു. അതെങ്ങനെ? സ്വന്തമായി സുഖിച്ച് ജീവിക്കണമെന്നല്ലേ അങ്ങേർക്കുള്ളൂ. ഒന്ന് നിർത്തടാ, ഗുരുത്വദോഷം പറയുന്നു. എത്രയൊക്കെ കുടിച്ചാലും അങ്ങേര് കൊണ്ടുവന്നിട്ട് തന്നെ ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അമ്മയോട് പിണങ്ങി പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ എല്ലാം കേട്ടുകൊണ്ട് പുറത്ത് സ്തംഭിച്ചിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് അയാൾ ഇറങ്ങി പുറത്തേക്ക് പോയി. രാവിലെ പുറത്തേക്ക് പോയ ആൾ അതേ രൂപത്തിൽ തിരിച്ചു വരുന്നത് കണ്ട് ഭാര്യ അമ്പരന്ന് നിന്നു. ഇന്നെന്ത് പറ്റി? കുടിച്ചില്ലേ? സാധാരണ ഇങ്ങനെയല്ലല്ലോ പുറത്തു പോയിട്ട് വരുന്നത്. ഓ, കൂട്ടുകാരൊത്ത് വായിച്ച് തന്നില്ലായിരിക്കും അല്ലേ? വിഷ്ണു എന്തേ, അവനെ ഒന്നെങ്കിൽ വിളിച്ചേ, അയാൾ ഭാര്യയോട് പറഞ്ഞു. ഡാ വിഷ്ണു, ദേ നിന്നെ അച്ഛൻ വിളിക്കുന്നു. എന്താ എന്താ കാര്യം? നീരസത്തോടെ പുറത്തേക്ക് വന്ന വിഷ്ണു അച്ഛൻ്റെ മുഖത്ത് നോക്കാതെ ചോദിച്ചു. ഡാ മോനെ, നിനക്ക് മറ്റന്നാളല്ലേ ഫീസ് അടയ്ക്കേണ്ടത്? ഓ, അതറിഞ്ഞിട്ട് വേണം ഇപ്പോൾ ആ 2 ലക്ഷം രൂപ എടുത്തു തരാൻ, വിഷ്ണു അയാളെ പരിഹസിച്ചു. ഡാ മോനെ, ഇത് 2 ലക്ഷം രൂപയുണ്ട്. നീ മറ്റന്നാൾ കൊണ്ടുപോയി ഫീസ് അടയ്ക്കും. കൂട്ടുകാരോടൊപ്പം നീയും എൻട്രൻസ് കോച്ചിങ്ങിന് പോടാ. അല്ല, ഇതെവിടെ നീ പൈസ? ഓഹോ, ഇത്രയും നാളും കുടിയൻ വാസുവിൻ്റെ മകൻ എന്നുള്ള ദുഷ്പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി മുതൽ കള്ളൻ വാസുവിൻ്റെ പേരെന്നുകൂടി കേൾക്കേണ്ടി വരുമോ? വിഷ്ണു പുച്ഛത്തോടെ അച്ഛനോട് ചോദിച്ചു. മോനെ, ഇല്ല മോനെ, അച്ഛൻ ദിവസവും കുടിക്കും. പക്ഷേ അച്ഛൻ ആരുടെയും പിടിച്ചു പറിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്തിട്ടില്ല. നിനക്കറിയാമോടാ, നീ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിച്ചപ്പോൾ അച്ഛൻ മനസ്സിലൊരു കാര്യം കണക്കൂട്ടിരുന്നു. അത് അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു, നിന്നെ പഠിപ്പിച്ച് ഒരു ഡോക്ടറാക്കണമെന്ന്. അതിനൊരുപാട് പൈസ വേണമെന്ന് മുതലാളി പറഞ്ഞപ്പോൾ അച്ഛൻ മുതലാളിയോട് പറഞ്ഞു, ഇനി മുതൽ എൻ്റെ കൂലി പകുതി തന്നാൽ മതി, ബാക്കി പകുതി താങ്കൾ വെച്ചോളാം. ഇത്രയും വർഷങ്ങൾ നിനക്ക് വേണ്ടി ഞാൻ കൂട്ടിവെച്ച ആ കൂലിയാടാ ഇത്. പിന്നെ നീ പറഞ്ഞല്ലോ അച്ഛൻ മുഴുക്കുടിയനാണെന്ന്. ശരിയാടാ, അച്ഛൻ ദിവസവും കുടിക്കും, അത് അച്ഛൻ്റെ ഒരു ശീലമാണ്. പക്ഷേ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശിൽ നിന്ന് ഒരിക്കലും കുടിച്ചിട്ടില്ല. നിനക്കറിയുമോ, അച്ഛന് വിദ്യാഭ്യാസമില്ലെന്നുള്ളത് ശരിയാണ്, പക്ഷേ അച്ഛൻ്റെ കൂട്ടുകാരൊക്കെ വലിയ ഉദ്യോഗസ്ഥരാണ്. വൈകുന്നേരം ഞങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ അവർക്ക് കള്ള് ഷാപ്പിൽ പോയും ബിവറേജസിലൊക്കെ പോയി ക്യൂ നിന്നും മദ്യം വാങ്ങിക്കാൻ വല്ലാത്ത നാണക്കേടാണ്. വിവരവും വിദ്യാഭ്യാസവുമില്ലാത്ത, ഒരു ഗതിയും പരഗതിയുമില്ലാത്ത ഈ അച്ഛനെ അവർ മദ്യം വാങ്ങാൻ വിടും. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ മോനെ. അച്ഛൻ അങ്ങനെ പോയതുകൊണ്ടാണ് ആ മദ്യത്തിൽ നിന്നും അച്ഛനൊരു പങ്കാളി തന്നുകൊണ്ടിരുന്നത്. ഞാൻ എപ്പോൾ കുടിച്ചിരുന്നെങ്കിലും നിന്നെക്കുറിച്ചുള്ള ചിന്ത അച്ഛൻ എപ്പോഴും ഉണ്ടായിരുന്നടാ. പക്ഷെ നീ അത് മനസ്സിലാക്കിയില്ലല്ലോ മോനെ. കമലം, ഞാൻ കുറച്ച് കിടക്കട്ടെ, എനിക്ക് നെഞ്ചിനകത്തെന്തോ ഒരു വേദന പോലെ. താങ്ങാനാവാത്ത വിഷമത്തോടെ അയാൾ വേച്ച് അകത്തേക്ക് കയറിപ്പോയപ്പോൾ സങ്കടം കൊണ്ട് വിഷ്ണു പുറകിൽ നിന്ന് ഓടിച്ചെന്ന് അയാളെ വട്ടം കയറി പിടിച്ചു. അച്ഛാ, എന്നോട് ക്ഷമിക്കൂ അച്ഛാ, ഞാൻ അറിയാതെ. വിഷ്ണുവിന് ആ വാക്കുകൾ മുഴുമിക്കാനായില്ല. താൻ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന തൻ്റെ കൈക്കുള്ളിൽ നിന്നും ഭാരമില്ലാത്ത അച്ഛൻ്റെ ശരീരം താഴേക്ക് ഊർന്നു പോകുന്നത് ഒരു ഞെട്ടലോടെ വിഷ്ണു തിരിച്ചറിഞ്ഞു.